അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് കറികൾക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സബോളയെല്ലാം അരിഞ്ഞു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് താറാവെല്ലാം നന്നാക്കി അത് അടുപ്പത്ത് റോസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ചേട്ടനകത്ത് സബോളയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കറികൾ വെക്കാനുണ്ടല്ലോ, അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി. ഹസ്ബൻഡ് ലാസ്റ്റ് നമ്മുടെ താറാവ് വരട്ടിയെടുക്കാൻ വേണ്ടി കുരുമുളക് പൊടിയെല്ലാം വിതറിയതിന് ശേഷം ഒന്നുകൂടെ ചാറെല്ലാം വറ്റിച്ച് നന്നായി വരട്ടിയെടുത്തു കേട്ടോ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വക കാര്യങ്ങളിലൊന്നും ഇപ്പം ഇടപെടാറില്ല കേട്ടോ. എന്നാലും ഇവർക്ക് എല്ലാ കറിയും വെക്കാൻ അറിയാവുന്നതുകൊണ്ട് അവർ തന്നെ എല്ലാം വെച്ചോളും. എനിക്കതിൽ കൂടുതൽ വന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് വല്ല ഉപ്പോ മുളകോ വല്ലതും നോക്കും എന്നല്ലാതെ അതിൽ കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കറികളെല്ലാം കോരി വെച്ചു. ഇത് ഓരോ കറിയും വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ആ അടുപ്പിലേക്ക് തന്നെ നമുക്ക് വേറെയും കറികൾ വെക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പുറകുവശത്തെ മിറ്റം വരുന്നത്. മിറ്റമല്ല അവർ കൃത്യമായി അടിച്ചു വാരി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കറികൾ വെക്കുന്നത്. നമ്മുടെ വർക്ക് ഏരിയ ഇതാണ്. ആ സമയം കൊണ്ട് കുക്കറിൽ കായയും അതുപോലെ തന്നെ ബീഫും വേവിക്കാൻ വെച്ചിരുന്നു. അത് വെന്തതും അടുപ്പിൽ കൊണ്ടുവന്ന് അതൊന്ന് മസാലയെല്ലാം ഇട്ട് വഴറ്റി ഇനി അതും ഒരു റോസ്റ്റ് പരുവം, അതായത് ഒരു കുഴമ്പൻ പരുവത്തിലാട്ടോ നമ്മുടെ ബീഫും കായും ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതും ഒരുവിധം റെഡിയാക്കി. ഇനി അടുത്തത് ചിക്കൻ 65 ആണ് വറക്കാനുള്ളത്. അപ്പോൾ ഇത് ഇറക്കിയത് നമ്മൾ ചിക്കൻ 65 അടുപ്പത്ത് ഇടും കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് തിരിഞ്ഞതും ചിക്കൻ 65 അടുപ്പത്ത് കിടന്ന് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കാല് കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിലൊന്നും ഇടപെടാറില്ല കേട്ടോ. 3:15 കേട്ടോ ചേട്ടൻ ചോറുണ്ണാൻ തുടങ്ങിയപ്പോൾ. കഞ്ഞിയാണ് കുടിച്ചത്. ആ സമയം കൊണ്ട് ചേട്ടായി സള്ളാസിനുള്ള പരിപാടിയെല്ലാം നോക്കാൻ തുടങ്ങി. ഇന്ന് കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ആദ്യത്തെ പരീക്ഷണമാണ്. എങ്ങനെയാണ് വിറ്റ് പോവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇന്ന് ഏകദേശം ഒരു 5-6 ബിരിയാണി മാത്രം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി. അരിയെല്ലാം നല്ല വൃത്തിയിൽ കഴുകി പട്ടകയെല്ലാം വെച്ച് മസാലയെല്ലാം ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പെരക്കകത്ത് പോയി എന്തോ എടുക്കാൻ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് മോള് ക്യാമറ ഇടാം അപ്പം ഡാൻസ് കളിക്കും കേട്ടോ. ഇതൊരു പതിവാണ്. അതിൻ്റെ ഇടയ്ക്ക് സള്ളാസ് എല്ലാം ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാല് വയ്യെങ്കിൽ എത്ര നേരം എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് നോക്കിയിരിക്കുന്നതെന്ന് എഴുതി ഞാൻ പറ്റാവുന്നതുപോലെ പാത്രങ്ങളിലെല്ലാം കറിയാക്കി കേട്ടോ. അപ്പോഴേക്കും ഹസ്ബൻഡ് പോയി കുളിച്ച് റെഡിയായി വന്നു. ബിരിയാണിയുടെ ദമ്മെല്ലാം പൊട്ടിച്ചു കേട്ടോ. പിന്നെ അതിലിടേണ്ട നമ്മുടെ ജെറിയും അതുപോലെ തന്നെ ആ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്തിട്ടതിന് ശേഷം എല്ലാം പാക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി, ചിക്കൻ 65, ബീഫും കായും, താറാവ് റോസ്റ്റ് എല്ലാം റെഡിയായി, എല്ലാം പാക്ക് ചെയ്തു കേട്ടോ. ഇനി ക്ലീനിങ് ആണ് കേട്ടോ ഉള്ളൂ. ഓക്കെ, ബൈ.